സൂപ്പർ കപ്പിന് വേണ്ടി ക്ലബ്ബുകളെല്ലാം തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ആദ്യമേ തന്നെ ട്രെയിനിങ് ക്യാമ്പ് പുനരാരംഭിച്ചത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. കഴിഞ്ഞ സീസണുകളെ പോലെയല്ല ഈ പ്രാവശ്യത്തെ സൂപ്പർ കപ്പിനെ ബ്ലാസ്റ്റേഴ്സ് നോക്കി കാണുന്നത്. വളരെയധികം പ്രാധാന്യത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് അതിനെ സമീപിക്കുന്നതെന്ന് തന്നെ പറയണം. മാത്രമല്ല സൂപ്പർ കപ്പ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള റൂമറുകൾ പ്രകാരമാണെങ്കിൽ അത് ക്ലബ്ബുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെ ആകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് എല്ലാം തന്നെ തങ്ങളുടെ മുഴുവൻ വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താനാകുമെന്നുള്ളതാണ്. അതായത് 6 വിദേശ താരങ്ങളാണല്ലോ ഒരു ടീമിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. 6 വിദേശ താരങ്ങളെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള റൂമറാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിലാണെങ്കിലും ക്ലബ്ബുകൾക്ക് 6 വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാമെങ്കിലും ഒരേ സമയം 4 വിദേശ താരങ്ങളെ മാത്രമേ കളത്തിൽ ഇറക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സൂപ്പർ കപ്പിലേക്ക് വരുമ്പോൾ ആ നിയമത്തിൽ ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ടീമിന് തങ്ങളുടെ എല്ലാ വിദേശ താരങ്ങളെയും, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 6 വിദേശ താരങ്ങളെയും സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത്. ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് നിലവിൽ ഇതൊരു റൂമറായി മാത്രമേ കണക്കിലാക്കാൻ സാധിക്കൂ. ഏതായാലും ഇങ്ങനൊരു റൂൾ സൂപ്പർ കപ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലെയുള്ള ക്ലബ്ബുകൾക്ക് അത് വലിയ അഡ്വാൻറ്റേജ് ആകുമെന്നുള്ളതിൽ സംശയമില്ല. സോ അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് ആണെങ്കിൽ ബൈ.